ഹേ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ വെൽക്കം ബാക്ക് മൈ പാർട്ട് 2. അങ്ങനെ നമ്മൾ ഒന്നുറങ്ങി എണീറ്റപ്പോഴത്തേനും നമ്മൾ ഓങ്കോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നുറങ്ങിയെന്നല്ല, ഒരു നീണ്ട ഉറക്കത്തിന് ശേഷം നമ്മൾ ഓങ്കോളിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കോഫി കുടിച്ചു. നമ്മൾ കോഫി, ഫിൽറ്റർ കോഫിയാണ് അവിടെ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഒന്ന് പുറത്തിറങ്ങി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിൽ ഇറങ്ങിയതായിരുന്നു. അവിടെ പ്രത്യേകിച്ച് എക്സ്പ്ലോർ ചെയ്യാനൊന്നുണ്ടായിരുന്ന ചുറ്റുപാടും കുറച്ച് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 24 hours അവൈലബിലിറ്റി ഉള്ള ഷോപ്പൊക്കെ ആ ദിവസം ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല ഭാഗ്യമുള്ള മക്കളായതുകൊണ്ട് ചെന്നപ്പോൾ എലവേറ്ററും കേടായിരുന്നു. പിന്നെ എക്സ്കലേറ്റർ ഉണ്ടായിരുന്നു, അതും കംപ്ലൈൻറ്റ്. പിന്നെ സമയം പോകാമെന്നുള്ള ലക്ഷ്യം. അങ്ങനെ നമ്മളിങ്ങനെ നിന്നു. പിന്നെ ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഫാനാണ്. കന്യാകുമാരി എക്സ്പ്രസ്സിൻ്റെ ഫാനായി. വീഡിയോ ഒക്കെ ലൈവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളെല്ലാവരും കേട്ടോ. പിന്നെ അവിടെ ഭയങ്കര തണുപ്പാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കണ്ടോ. വീഡിയോ ഒക്കെ എന്നും എടുത്ത് വെച്ചതാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. എന്താ അപ്പോൾ അത്. പിന്നെ ഈ ക്ലാസ് കേൾക്കുന്നത് എന്താ വെച്ചാൽ ഇയാൾ വലിയൊരു പുള്ളിയാണെന്നൊക്കെ ഇയാളിനെ പറയണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മോർണിംഗിൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഇതായിരുന്നു കേട്ടോ. നല്ല സ്നോ ആയിരുന്നു അവിടെ. സ്നോ ആണോ മിസ്റ്റ് ആണോ എനിക്കറിയില്ല പറയണത്. നല്ല തണുപ്പായിരുന്നു. പിന്നെ നമ്മൾ ബസ് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിലേക്ക് കയറിയിരുന്നു. നമ്മൾ അടിപൊളിയായിട്ട് പോവാണ്. ഈ സമയമൊക്കെ നമ്മളെ മനസ്സിൽ ഭയങ്കര ചിന്തയായിരുന്നു കേട്ടോ. അത് എവിടേക്കാണ് പോണേ, എന്താ പോണേ എന്നൊക്കെ. അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ലൊരു സൺറൈസൊക്കെ കണ്ടു. പിന്നെ നമുക്ക് അപ്പവും കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒന്നിങ്ങനെ പുറത്തിറങ്ങിയപ്പോഴും അതിന് ചുറ്റുപാടൊക്കെ നടന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നല്ലൊരു നെല്ലിമരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ PG റൂമാണ്. പിന്നെ അവിടെ എത്തിയ മലയാളികളെ അറിയാമല്ലോ, ഒരു ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് ഞങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് നല്ല പുതിയ ബെഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അയലൊക്കെ കെട്ടി നമ്മൾ അയലൊക്കെ കുളി, കാരണം അന്ന് നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ച് നനച്ചൊക്കെ പോയതാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു ടീയൊക്കെ കുടിച്ച് നമ്മൾ നല്ലൊരു ഉറക്കമാണ് പാസ്സാക്കിട്ടോ. പിന്നെ നമ്മൾ ബോധം കെട്ടിക്കുകയാണ്. ബോധം പോയ പോലെ നമ്മൾ കിടന്നിരുന്നത്, കാരണം ക്ലീനിങ്ങും പരിപാടി കഴിഞ്ഞപ്പോൾ ആകെ ടയേർഡായി. പിന്നെ നമ്മൾ രാത്രിക്കത്തെ ഫുഡിനാണ് എണീറ്റുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് കടികളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു വലിയൊരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി അച്ചാറൊക്കെ കൂട്ടി ചോറൊക്കെ തന്നു. അപ്പോൾ അത്രയുള്ളൂ. നല്ലൊരു വീഡിയോ.